ഇപ്പോൾ വിശദാംശങ്ങളുമായി അർജുൻ കല്യാട് ചേരുകയാണ്. പയ്യാമ്പലത്ത് നിന്നാണ് അർജുൻ കല്യാട് ചേരുന്നത്. ദൃശ്യങ്ങളിൽ സ്പീക്കർ AN ഷംസീർ ഇപ്പോൾ അവിടെ സന്ദർശനം നടത്തുന്നത്, ഈ അതിക്രമം നടത്തിയിട്ടുള്ള ഈ സ്മൃതി കുടീരങ്ങൾ സന്ദർശിക്കുന്നത് കാണാം. കോടിയേരി ബാലകൃഷ്ണന്റെ മകനും അവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അർജുൻ കല്യാട് നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. അർജുൻ, CPIM നേതാക്കളുടെ മാത്രം സ്മൃതി കുടീരങ്ങളിലാണ് ഈ രാസവസ്തു ഒഴിച്ചിട്ടുള്ളത് എന്നുള്ളത് PK ശ്രീമതി നേരത്തെ അറിയിച്ചു. സൗണ്ട് ബൈറ്റിലൂടെ അത് വ്യക്തമാണ്. കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെയുള്ള പല ആളുകളും അന്ത്യവിശ്രമം കൊള്ളുന്ന ഒരു മണ്ണാണ്. അപ്പോൾ CPIM നേതാക്കളെ തെരഞ്ഞു പിടിച്ചുകൊണ്ട് ഈ വിധത്തിലൊരു പ്രകോപനം സൃഷ്ടിക്കാൻ വേണ്ടി ചിലർ നടത്തിയെന്ന് തന്നെയാണോ മനസ്സിലാക്കേണ്ടത്? കൃത്യമായ രീതിയിലുള്ള പരിശോധന തന്നെയാണ് ഈ വിഷയത്തിൽ നടക്കുക എന്നുള്ള കാര്യമാണ് പോലീസ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CPM നേതാക്കൾ എല്ലാവരും തന്നെ പറയുന്നത്, കൃത്യമായ തോതിൽ CPM നേതാക്കളെ തന്നെ അല്ലെങ്കിൽ CPM നേതാക്കളുടെ സ്മൃതി കുടീരത്തിൽ മാത്രം ഇത്തരത്തിലുള്ളൊരു അതിക്രമം നടന്നത് കൃത്യമായ രീതിയിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുടെ ഭാഗമായി തന്നെയാണ് എന്നുള്ള പ്രതികരണമാണ് അവരിൽ എല്ലാവരും തന്നെ നടത്തിയിട്ടുള്ളത്. ഇപ്പോൾ എന്തായാലും ഇതിൻ്റെ ഭാഗമായി ഫോറൻസിക്കിൻ്റെയും ഡോഗ് സ്ക്വാഡിൻ്റെയും എല്ലാം പരിശോധന ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. രാസലായനി എന്ന് മാത്രമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിഞ്ഞത്. ആദ്യഘട്ടത്തിൽ ഇത് കരിയോയിലായിരുന്നു എന്നുള്ള നിഗമനത്തിലായിരുന്നു എല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. പിന്നീട് ഇത് രാസലായനി ആയിരുന്നു എന്നുള്ള നിഗമനത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയും ചെയ്തു. എന്തായാലും കൃത്യമായ രീതിയിലുള്ള പരിശോധന ഇതിൻ്റെ ഭാഗമായി നടക്കുമെന്നുള്ള കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനായി പ്രത്യേക അന്വേഷണ സംഘവും രൂപീകരിച്ചിട്ടുണ്ട്. കണ്ണൂർ ACPയുടെയും അതുപോലെ തന്നെ CIയുടെയും നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്തിട്ടുള്ളത്. നമ്മുടെ സ്പീക്കർ AN ഷംസീർ ഉൾപ്പെടെയുള്ള നേതാക്കൾ ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. നേരത്തെ തന്നെ നേതാക്കൾ എല്ലാവരും തന്നെ പ്രതികരണം നടത്തിയതുമാണ്. കോടിയേരി ബാലകൃഷ്ണൻ്റെയും അതുപോലെ തന്നെ EK നായനാരുടെയും O ഭരതൻ്റെയും ചടിയൻ ഗോവിന്ദിൻ്റെയും ഉൾപ്പെടെയുള്ള സ്മൃതി കുടീരങ്ങളിലാണ് ഇത്തരത്തിലുള്ളൊരു അതിക്രമം നടന്നത്. എന്തായാലും വലിയ തോതിലുള്ള ഒരു പ്രതിഷേധം CPM എന്തായാലും ഇക്കാര്യത്തിൽ ഉയർത്തുന്നുണ്ട്. ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി അത്തരത്തിലുള്ള ഒരു പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഭവത്തിൻ്റെ ഭാഗമായി CPM നേതൃത്വത്തിൽ LDFിൻ്റെയും നേതൃത്വത്തിൽ കണ്ണൂരിൽ നടക്കുന്നുണ്ട്. ബിനീഷ് കോടിയേരി ബാലകൃഷ്ണൻ്റെ മകൻ ബിനീഷ് കോടിയേരി ഇപ്പോൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയാണ്. കാരണം വലിയ തോതിലുള്ള ഒരു അതിക്രമമായിരുന്നു ഇവിടെ നടന്നിട്ടുള്ളത്.